സ്പ്രിങ്സ് ലോവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്രിങ്ങിൽ തന്നെ കംപ്രസ് ചെയ്ത് എടുത്തത് സ്പ്രിങ്. അത്യാവശ്യമുണ്ട്. പക്ഷെ ഇത് നമ്മൾ വേറൊരു ടൈപ്പ് കംപ്രസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഷോക്ക് ഒന്ന് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ചുകൂടെ താഴ്ചയും കിട്ടും, കംഫർട്ട് ഇച്ചിരിയും കൂടെ കിട്ടും. നമ്മൾ നോർമൽ സ്പ്രിങ് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും. ഗ്രില്ല് ലൈൻ ഗ്രില്ല് ആക്കിയിട്ടുണ്ട്. അല്ല, സ്റ്റോക്ക് ഗ്രില്ലിന്റെ ഫ്രെയിം എടുത്തിട്ട് അകത്തെ കസ്റ്റം ചെയ്ത് ലൈൻ ചെയ്ത് എടുത്താണ്. അത് മറ്റേ അലൂമിനിയം ജെ ചാനല്. ഹെഡ് ലാമ്പ് മാറ്റി. ഹെഡ് ലാമ്പ് വെർണയുടെ പ്രൊജക്ടർ അകത്തിരിക്കുന്നത്. സ്റ്റോക്ക് വരുന്ന പ്രൊജക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു DRLM ചെയ്തിട്ടുണ്ട്. അകത്ത് തന്നെ ബാഡ്ജിങ്ങോട് കൂടി. ഇൻഡിക്കേറ്റർ അല്ല, അതും പാർക്കിൽ തന്നെ വരുന്ന ഒരു റെഡ്. സ്റ്റോക്ക് ബമ്പറിന്റെ അടി സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇത്ര ഏരിയ സ്കേർട്ടാണ്. അതിന്റെ താഴെ ഒരു പ്രൊട്ടക്ഷൻ റബ്ബർ ലിപ്പ് കൊടുത്ത. സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ വീൽസ് ചെയ്തിട്ടുണ്ടല്ലേ? വീല് 14 ഇഞ്ച് 12 14 അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 14 ആക്കി. ഉണ്ട്, നല്ല രീതിക്ക് ഉണ്ട്. ബാക്കിൽ ആളെ അങ്ങനെ കയറ്റാറില്ല. പിന്നെ സ്പ്രിങ്ങിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഞ്ചിന്റെ ഒരു ബുഷ് ചെയ്ത് വെച്ച്, അതുകൊണ്ട് കല്ലിച്ചൻ കിടന്നോളൂ.